അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ആ നീലക്കടലിനു മുന്നിൽ ഇന്ത്യ ഒരിക്കൽ കൂടി തങ്ങളുടെ വിശ്വരൂപം പുറത്തെടുത്തു. നെതർലാൻഡിനെതിരെയുള്ള 17 റൺസിന്റെ ഈ വിജയം കേവലം ഒരു മത്സരഫലമല്ല, മറിച്ച് ലോക കിരീടത്തിലേക്കുള്ള ടീം ഇന്ത്യയുടെ അടങ്ങാത്ത ദാഹത്തിന്റെ വിളംബരമാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരൊറ്റ മത്സരം പോലും തോൽക്കാതെ സൂപ്പർ 8ലേക്ക് ഇന്ത്യ ചുവടുവെക്കുമ്പോൾ കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പ് ആവേശത്താൽ വർദ്ധിക്കുകയാണ്. അവരുടെ കണ്ണുകളിൽ ആ പഴയ ലോകകപ്പ് സ്വപ്നങ്ങൾ വീണ്ടും തിളങ്ങുകയാണ്. മത്സരത്തിന്റെ ഓരോ നിമിഷവും ആവേശം നിറഞ്ഞതായിരുന്നു. ഇന്ത്യ ഉയർത്തിയ 194 റൺസ് എന്ന ആ മഹാലക്ഷ്യത്തിനു മുന്നിൽ ഡച്ച് പട പതറാതെ പൊരുതിയപ്പോൾ ഗ്യാലറിയിൽ ഒരു നിമിഷം നിശബ്ദത പടർന്നു. എന്നാൽ പ്രതിസന്ധികളിൽ തളരാതെ ഭാരതത്തിന്റെ കരുത്തായി ശിവം ദുബെ അവതരിച്ചു. തന്റെ ബാറ്റിൽ നിന്നുതിർന്ന ഓരോ സിക്സറുകളും എതിരാളികളുടെ ആത്മവിശ്വാസത്തിന് മേൽ തൊടുത്ത പ്രഹരങ്ങളായിരുന്നു. 6 സിക്സും 4 ഫോറുകളുമായി 31 പന്തിൽ 66 റൺസ് അടിച്ചുകൂട്ടിയ ദുബെ ഇന്നിംഗ്സിന്റെ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. ഇന്ത്യൻ മധ്യനിര ഏത് കൊടുങ്കാറ്റിനെയും അതിജീവിക്കാൻ കെൽപ്പുള്ളതാണെന്ന്. മറുപടി ബാറ്റിംഗിൽ നെതർലാൻഡ്സ് പൊരുതി നോക്കിയെങ്കിലും മാന്ത്രിക സ്പിന്നിങ്ങുമായി വന്ന വരുൺ ചക്രവർത്തി അവരുടെ സ്വപ്നങ്ങളെ എറിഞ്ഞുടച്ചു. നിർണായകമായ 3 വിക്കറ്റുകൾ വീഴ്ത്തി വരുൺ കളം നിറഞ്ഞപ്പോൾ ഇന്ത്യയുടെ വിജയം സുനിശ്ചിതമായി. 176 റൺസിൽ ഡച്ച് പടയെ തളച്ചിടുമ്പോൾ അത് 10 പേരുടെ പരാജയമല്ല, മറിച്ച് ടീം ഇന്ത്യയുടെ ഒത്തൊരുമയുടെ വിജയമായിരുന്നു. അഹമ്മദാബാദിലെ മണ്ണിൽ നീലക്കടലായി ഇരുമ്പിയ ആരാധകർക്ക് ഈ വിജയം വെറും ഒരു കളിയുടെ ജയിക്കലല്ല, മറിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ട ടീം ലോകം കീഴടക്കാൻ സജ്ജമാണെന്നുറച്ച ബോധ്യമാണ്. വിയർപ്പും ആവേശവും പോരാട്ട വീര്യവും ഇഴചേർന്ന ഈ പ്രകടനം വരാനിരിക്കുന്ന വലിയ യുദ്ധങ്ങൾക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ്. നിശ്ചയദാർഢ്യത്തിന്റെ ഈ നീല താമരകൾക്ക് മുന്നിൽ ഇനി ആര് വരുമെന്നത് പ്രസക്തമല്ല. കാരണം ഭാരതത്തിന്റെ ഈ ചുണക്കുട്ടികൾ ഇന്ന് കളിക്കുന്നത് വെറും ജയത്തിനായല്ല, ചരിത്രം തിരുത്തി കുറിക്കാനാണ്. ആവേശവും വികാരവും ഇഴചേർന്ന ഈ രാത്രിയിൽ ഇന്ത്യ ലോകത്തോട് വിളിച്ചു പറയുന്നു, ലക്ഷ്യമിനി ആ സുവർണ കിരീടം മാത്രം.